NSSന്റെ ഇടതനുകൂല നയമാറ്റത്തിനെതിരായ പ്രതിഷേധങ്ങളെ പുച്ഛിച്ച് തള്ളി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. പ്രതിഷേധ ഫ്ലക്സുകൾ തനിക്ക് പബ്ലിസിറ്റിയാണ്, രാഷ്ട്രീയ നിലപാട് സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പ്രതിഷേധം വന്നാൽ നേരിട്ടോളാമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഇന്നും ചില ഫ്ലക്സുകളൊക്കെ വന്നിട്ടുണ്ട് പുറത്ത്. അയ്യോ വരട്ടെന്നേ, ഞാൻ നല്ല കാര്യമല്ലേ, കുറച്ച് എനിക്ക് പബ്ലിസിറ്റി കിട്ടുമല്ലോ. ഞാൻ മറ്റാരും ആക്കാത്ത പോലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ സ്റ്റാൻഡ്, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തിനാ വെറുതെ പ്രതിഷേധങ്ങൾ വരുന്നതുകൊണ്ട് സാർ ചോദിച്ചത്? ഏത് പ്രതിഷേധം ഞങ്ങൾ നേരിട്ടോളാം. അതേസമയം സമദൂര വിവാദങ്ങൾക്കിടെ NSS പൊതുയോഗം ചങ്ങനാശ്ശേരി പെരുന്നയിൽ പുരോഗമിക്കുകയാണ്. യോഗത്തിൽ രാഷ്ട്രീയ നയം സുകുമാരൻ നായർ വിശദീകരിക്കും. പെരുന്നയിൽ നിന്ന് ബിനിൽ ലീല സാബു നമ്മോടൊപ്പം ചേരും. ബിനിൽ, സാധാരണഗതിയിൽ തന്നെ പെരുന്നയിലെ ഇത്തരം പരിപാടികൾ, ബജറ്റ് അവതരണമൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കാറുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ സവിശേഷമായൊരു സാഹചര്യമുണ്ട്. സുകുമാരൻ നായർ ഇടതനുകൂലമായൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു, അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രിയുമായിട്ട് വ്യക്തിപരമായി തന്നെയും ബന്ധമുണ്ട് എന്ന കാര്യം മാധ്യമങ്ങളിലെ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും UDF-ഉം BJP-യും ഒക്കെ CPM-ഉം ഇടത് കക്ഷികളും എല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. എന്താണ് പെരുന്നയിൽ സംഭവിക്കുന്നത് ഇപ്പോൾ? സനീഷ്, ഈ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ആകെയുള്ളത് ബജറ്റ് അവതരണമാണ്. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ വരവ് ചില കണക്കുകൾ അത് അവതരിപ്പിക്കുക, പാസ്സാക്കുക എന്നുള്ളത് മാത്രമാണ് ചർച്ചയുള്ളതെന്നാണ് സുകുമാരൻ നായർ നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ആമുഖ പ്രസംഗത്തിൽ അദ്ദേഹം എന്തെങ്കിലും മറുപടി പറയുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ഉയർന്നു. ഇന്ന് കോട്ടയം, പൂഞ്ഞാർ, ചേന്നാട് കരയോഗം മന്ദിരം ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്. അതിൽ അയ്യപ്പ വിശ്വാസികളായ സമുദായ അംഗങ്ങളെ ചതിച്ചു, പിന്നിൽ കുത്തി എന്നാണ് ആ ഫ്ലെക്സ് ബോർഡിലുള്ളത്. അങ്ങനെ വലിയ വിമർശനം അദ്ദേഹം നേരിടുകയാണ്. ആ ഘട്ടത്തിലാണ് ഇന്നത് ഈ പൊതുയോഗം ചേർന്ന് ഇന്ന് അതിപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ പെട്ട ആളുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വിമർശിച്ച BJP-യിലും കോൺഗ്രസിലും ഒക്കെ അനുഭവമുള്ള ആളുകൾ അതിലുണ്ട്. അവർ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയും എന്നാണ് നമുക്ക് അകത്തു നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും വിശദീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം വന്നു. ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ ഒരു കുടുംബത്തിലെ 4 പേർ രാജിവെച്ചിരുന്നു. അവർ കത്തിൽ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്, അതായത് സമുദായത്തിന്റെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് NSS പ്രവർത്തിക്കേണ്ടത്, രാഷ്ട്രീയ ചായ്വ് പാടില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അത് ചൂണ്ടിക്കാട്ടിയാണ് അവർ രാജിക്കത്ത് നൽകിയത്. ഇങ്ങനെ പലവിധ വിമർശനങ്ങൾ അദ്ദേഹം നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ മറുപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. യോഗം ഇപ്പോൾ തുടരുകയാണ്. സനീഷ്, ബിനിൽ, അദ്ദേഹത്തോട് മാധ്യമങ്ങൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം യാതൊരു കുലുക്കവുമില്ലാതെ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. മറ്റേതെങ്കിലും നേതാക്കളോട് എവിടെയെങ്കിലും മാധ്യമങ്ങൾ മൈക്കിലൂടെയോ പരസ്യമായിട്ടോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് സംഭാഷണം നടത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും അഭിപ്രായം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റേതെങ്കിലും നേതാക്കൾക്കുണ്ടോ? അവരത് പ്രകടിപ്പിക്കുന്നുണ്ടോ അവിടെ? ഇന്നിപ്പോൾ കോട്ടയത്ത് നേതൃയോഗമുണ്ട്. UDF-ന്റെ നേതൃയോഗമാണ് നടക്കുക. അവിടെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് NSS-ന്റെ ആസ്ഥാനമുള്ളത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ ഇന്ന് യോഗം നടക്കുകയാണ്. UDF-ന്റെ നേതൃയോഗമാണ് അവിടെ ചേരുന്നത്. അതിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയായി ഉയർന്നു വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഈ പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം വന്നിട്ടും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിച്ച് ചോദിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലപാടിൽ ഒരു മാറ്റവുമില്ല. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ, ആ ഉയർന്ന വിഷയങ്ങളും പ്രത്യേകിച്ച് അതിന് പിന്നാലെ വന്ന വിമർശനത്തെക്കുറിച്ച് മറുപടി പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല